അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ നമ്മെ ഉപദേശിക്കുകയാണ്. മൻ റആ നഫ്സഹു ഖൈറൻ മിൻ ഗൈരിഹി ഫഖദ് ഹലക. ഒരാൾ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ തരക്കേടില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അങ്ങനൊരു ഭാവന, അങ്ങനൊരു ചിന്ത അദ്ദേഹത്തിനിക്ക് വന്നാൽ ഫഖദ് ഹലക, അദ്ദേഹം നശിച്ചുപോയി എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മളങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയൊരു കഴിവ്, അല്ലെങ്കിൽ ആരെങ്കിലും രണ്ടാൾക്കാർ എന്നെ ബഹുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളങ്ങനെ ചിന്തിച്ചു പോകുന്നവരാകുന്നുണ്ട്. ഞാൻ തരക്കേടില്ല എന്നും ഒരിക്കലും നാം അങ്ങനെ ആയിപ്പോകരുത്. അത് നമ്മുടെ നാശമാണ്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. നമുക്ക് വലിയ ഇബാദത്തുകൾ ഉണ്ടായാലും, എത്ര നാം നിസ്കരിച്ചാലും, എത്ര ഖുർആൻ ഓതിയാലും, നമ്മളെ മുമ്പിലുള്ള ആൾക്കാർ അത്തരത്തൊന്നും ഇബാദത്തുകൾ ചെയ്യുമെന്ന് കാണുന്നില്ല. എന്നാൽ പോലും നമ്മളങ്ങനെ ചിന്തിച്ചു പോകരുത്. അല്ലാഹു ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, ആരെയാണോ ഇഷ്ടപ്പെടാത്തത്, അതൊന്നും നമുക്ക് തീരുമാനിക്കാനായിട്ടില്ല. ആരെയും എങ്ങനെയും വിജയിപ്പിക്കാനും പരാജയപ്പെടുത്താനും അധികാരമുള്ളവൻ അല്ലാഹുവാണ്. അല്ലാഹു ഒരാളെങ്ങനെ ഇഷ്ടപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, അവൻ ഇബാദത്ത് ചെയ്യണം, അവന് തഖ്വ ചെയ്ത് ജീവിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ നമ്മെ സ്വീകരിക്കുക, നമ്മെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അവൻ്റെ തീരുമാനമാണ്, അവനധികാരമാണ്. നമ്മെ എന്തും ചെയ്യാനുള്ള അധികാരം അവനിക്കുണ്ട്. അങ്ങനെ ഒരു തീരുമാനം അവൻ തീരുമാനിക്കാൻ അധികാരമുള്ള റബ്ബിൻ്റെ മുമ്പിൽ നമ്മളെങ്ങനെ ധൈര്യപ്പെടും? ഞാൻ തരക്കേടില്ല, ഞാൻ വിജയിച്ചവനാണെന്ന് ഏത് അവസ്ഥയിലാണ്, എന്ത് തീരുമാനിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഒരിക്കലും നാം അങ്ങനെ ചിന്തിച്ചു പോകരുത്. ഞാൻ തരക്കേടില്ല എന്ന്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത്. ഫഖദ് ഹലക, അവൻ നശിച്ചുപോയി, അവൻ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫഇന്നൽ കിബ്റ, കിബ്ർ എന്നുള്ളത് അതൊരു കിബ്റിന്റെ ചിന്തയാണല്ലോ. അവ്വലു മഅസിയത്തിൻ, ഏറ്റവും ആദ്യമായി അല്ലാഹുവിലേക്ക് മാറി കാണിക്കപ്പെട്ട ദോഷവും അത് തന്നെയാണ്. അതാണല്ലോ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു പടക്കപ്പെട്ടപ്പോൾ അവിടെ ആദ്യമായി നടന്ന ഒരു മാറുകാണിക്കൽ, അല്ലാഹുവിനൊരു എതിര് പ്രവർത്തിക്കൽ ഇബ്ലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വേറൊന്നുമല്ലല്ലോ, ആ കിബ്റാണല്ലോ. അന ഖൈറും മിൻ, ഞാൻ ഖൈറാണ് എന്നുള്ളൊരു വാദമാണല്ലോ ഇബ്ലീസ് അവിടെ പ്രകടിപ്പിച്ചത്. അല്ലാതെ നിനക്ക് ഞാൻ ഇബാദത്ത് എടുക്കൂല എന്നോ, നിനക്ക് ഞാൻ നിസ്കരിക്കൂല എന്നോ, അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ ഞാൻ കേൾക്കൂല എന്നും അവൻ പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ ഖൈറാണ് എന്നുള്ളൊരു ചിന്ത ഇബ്ലീസിന് വന്നുപോയി. അതാണ് ആ സമയത്ത് തന്നെ അല്ലാഹു സ്വർഗത്തുനിന്ന് പുറത്താക്കിയില്ലേ. എന്ത് കാരണം? കിബ്റാണ് അവനെ നശിപ്പിച്ചത്. ഇതാണ് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തിയ ദോഷം, പാപം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പോലും വന്നു പോകരുത് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴായി നാം അറിയാതെ തന്നെ നമ്മുടെ കൽബിൽ വന്നു പോകുന്നുണ്ട്. എത്ര ജാഗ്രതയോടുകൂടെ നാം സൂക്ഷിച്ചാൽ വന്നു പോകുന്ന വലിയൊരു തെറ്റാണ്. നാം നശിക്കുന്നത് നമുക്കറിയുന്നില്ല. വളരെ ജാഗ്രതയോടുകൂടെ നമ്മുടെ കൽബിനെ നാം സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ തരക്കേടില്ല, ഞാൻ ഖൈറാണ് എന്നുള്ളൊരു ചിന്ത, ആ കിബിറിൻ്റെ ചിന്ത ഒരിക്കലും വന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽബിനെ അത്തരത്തിലുള്ള ചിന്തയെ തൊട്ട് മാറ്റാൻ, അത്തരം ചിന്തയെ തൊട്ട് സൂക്ഷിക്കാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.